to officially inaugurate the 40th anniversary celebration. May I now invite Kuttur Radhakrishnan sir for the inaugural address. Sir, please. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ എല്ലാവർക്കും എൻ്റെ സ്നേഹോഷ്മളമായ നമസ്കാരം. ഞാനൊരു വലിയ പ്രാസംഗികനൊന്നുമല്ല കേട്ടോ. എഴുത്തായിരുന്നു എൻ്റെ തൊഴിൽ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രസംഗിക്കാനൊന്നും അറിയില്ല. അവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ എത്തിയത് 2 വാക്ക് പറയാനാണ് കേട്ടോ. അദ്ദേഹം അല്ലാതെ ഉദ്ഘാടനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെക്കാളൊക്കെ കൂടുതൽ ബഹുമാന്യരായ ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ ഉദ്ഘാടനം എന്ന കൃത്യം എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇന്ന് ഈ കുളനട മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഒരു കുടുംബ സംഗമം കൂടിയാണല്ലോ. ഈ നാട്ടുകാർക്ക് മാത്രമല്ല, ഡോക്ടർ വിജയകുമാർ എന്ന മനുഷ്യസ്നേഹിയായ ഡോക്ടറെയും അദ്ദേഹം 40 വർഷമായി നെഞ്ചോട് ചേർത്ത ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയെയും ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുടെ ഒരുപാട് നിരവധി ആളുകളുടെ സന്തോഷം കൂടിയാണ് ഇന്ന് ഈ കാണുന്ന നമ്മുടെ ഈ കുടുംബ സംഗമം എന്ന് നമുക്ക് പറയാം. 1994 ഞാൻ ദി ഹിന്ദു ദിനപത്രത്തിൻ്റെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ബ്യൂറോ ചീഫായി എത്തിയപ്പോഴാണ് ഞാൻ ഡോക്ടർ വിജയകുമാറിനെ പരിചയപ്പെടുന്നത്. കുളനടയ്ക്കടുത്ത് ഒരു ചെറിയ സെറ്റിൽമെൻറ്റ് കോളനിയിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും എയും ഒക്കെ പടർന്നു പിടിക്കുന്നു എന്നൊരു അഭ്യൂഹം കേട്ടറിഞ്ഞാണ് ഞാൻ ഈ കുളനടയിലെത്തുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഈ രോഗത്തെപ്പറ്റിയും അത് അവിടെ പടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യം എന്താണെന്നുമൊക്കെ ഡോക്ടറാണ് എനിക്ക് വിശദീകരിച്ച് തന്നത്. അങ്ങനെ തുടങ്ങിയ ആ സൗഹൃദം 4 നൂറ്റാണ്ട് പിന്നിട്ട് ഇന്നും സന്തോഷത്തോടെ തുടരുകയാണ്. ഇതിനിടെ ഡയബറ്റീസ് എന്ന ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി ഡോക്ടർ വിജയകുമാറും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും വേൾഡ് ഡയബറ്റിക് ഫൗണ്ടേഷൻ്റേത് ഉൾപ്പെടെ ഉള്ള സഹകരണത്തോടെ ഏറ്റെടുത്ത എല്ലാ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദിത്വമുള്ളൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഏറ്റെടുക്കുന്ന ഓരോ ദൗത്യവും ഒരു വിഷണറിയുടെ നിശ്ചയദാർഢ്യത്തോടെയും ആത്മസംയമനത്തോടെയും തികഞ്ഞ സത്യസന്ധതയോടെയും നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇദ്ദേഹം കാണിക്കാറില്ല എന്നതാണ്. പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന രീതിക്ക് ഒരു പ്രൊഫഷണലിസമുണ്ട്. ഇതിനോടകം തന്നെ ഒരു വേൾഡ് ക്ലാസ് ഹെൽത്ത് തീം പാർക്കായി മാറിയിട്ടുള്ള ആരോഗ്യ നികേതനം എന്ന ഇദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി തന്നെ ഇതിനുദാഹരണമാണ്. എന്നെക്കാളേറെ ഇദ്ദേഹത്തെ പറ്റിയും ഈ സ്ഥാപനത്തെ പറ്റിയും അറിയാവുന്ന നിങ്ങളോട് ഞാനിതൊക്കെ കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. എന്നാലും ഇങ്ങനെ ഒരു അവസരത്തിൽ മനസ്സിൽ വന്ന ഓർമ്മകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ എന്നും സാധാരണക്കാരൻ്റെ അത്താണിയായി മാറിയിട്ടുള്ള കുളനട മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനും അതിൻ്റെ കർമ്മയോഗിയായ സാരഥി ഡോക്ടർ ജി വിജയകുമാറിനും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു.